എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, നാട് വിട്ടാലോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് 1, 2, 3 വർഷം നമ്മൾ നാട് വിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മളൊരു ഇന്ന് രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടും, അല്ലെങ്കിൽ മറ്റന്നാൾ രക്ഷപ്പെടും, ആ പ്രതീക്ഷയില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുക. ഒരു 3 വർഷമൊക്കെ ആയി, അല്ലെങ്കിൽ വളരെയധികം മടുത്തു തുടങ്ങി, അധികം 15 മണിക്കൂറൊക്കെ വർക്ക്, ഒരു എൻജോയ്മെന്റ് ഇല്ല, ആരും കാണുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളൊരു സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും, എടാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതില്ല, നിർത്തിയിട്ട് വന്നാലെന്ന് ആയിരിക്കും അതിൻ്റെ അഭിപ്രായം എന്താ. ഒബ്വിയസ്ലി അയാൾ പറയും, എടാ നിർത്തിയിട്ട് വന്നോ, കുഴപ്പമൊന്നുമില്ല, ഇവിടെ എന്തെങ്കിലും നമുക്ക് സെറ്റാക്കാന്നൊക്കെ പറയും. ദയവേത് തിരിച്ചു പോകാതിരിക്കുക. നമ്മളൊരു സ്ഥലത്ത് വന്നതിന് 3 വർഷമൊക്കെ ആയിട്ടാകുമ്പോൾ, അല്ലെങ്കിൽ 1 വർഷം, എത്ര കാലയളവായാലും നമ്മൾ അവിടുത്തെ ഭാഷ പഠിച്ചിട്ടുണ്ടാവും, കുറച്ചൊക്കെ കൾച്ചർ പഠിച്ചിട്ടുണ്ടാവും, അടുത്ത ആൾക്കാരൊക്കെ കണക്ഷൻ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു കുഴിയിൽ പെട്ടിട്ടുള്ള ആ കുഴിയിൽ നിന്ന് നേരെ പടുകൂറ്റൻ കുഴിയിലേക്ക് തുള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക, കുറച്ച് പേഷ്യൻസ് ആയിട്ട് നിൽക്കുക, കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്യുക, കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്യുക, ഓവർ ടൈം ഒക്കെ ചെയ്യുക. ആ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് നല്ല സ്റ്റെപ്പ് ആയി ചെയ്യുക. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ നാട്ടിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി വരിക, ഹോളിഡേ ഒക്കെ പോയി അടിച്ചു പൊളിച്ച് വരിക. നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില വഴി നമുക്ക് ഇവിടെ നിന്നിട്ട് മുന്നോട്ടേക്ക് കാണാൻ പറ്റില്ല, നേരെ മറിച്ച് അവിടെ എത്തുമ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് നല്ല വിശാലമായ രീതിയിലുള്ള വഴി മുന്നോട്ടേക്ക് തെളിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ക്വിറ്റ് ചെയ്യാതിരിക്കുക, മുന്നോട്ടേക്ക് പോവുക.